കേശവൻ ബാങ്കിംഗ് വിദഗ്ധൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആളുകൾക്ക് അറിയാൻ വലിയ ആകാംക്ഷയുള്ളതാണ് സാർ, എങ്ങനെയാണ് നമ്മുടെ EMI-യിൽ ഈ റിപ്പോ നിരക്കിലെ കുറവ് അത് എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക? ഇപ്പോൾ 5.5% കുറവ് ചെയ്യുന്ന റിസർവ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട തീരുമാനം വരുമ്പോൾ ആ തീരുമാനം എങ്ങനെയായിരിക്കും സാധാരണ നമ്മൾ ലോൺ അടയ്ക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത് പ്രതിഫലിക്കുക? രതീഷും ഓക്കെ. അതായത് നമ്മൾ വായ്പ എടുത്തിട്ടുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ 0.5% കുറവ് ഉൾപ്പെടെ കഴിഞ്ഞ ഒരു 4 മാസം കൊണ്ട് 1% റിപ്പോ റേറ്റിൽ കുറവ് RBI വരുത്തിയിട്ടുണ്ട്. അതായത് ഇന്നത്തെ 0.5% മാത്രമല്ല, 6% ആയിരുന്ന റിപ്പോ റേറ്റ് RBI 5.5%-ലേക്ക് 4-5 മാസത്തിനിടയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വായ്പാ തിരിച്ചടവിന്റെ നിരക്കുകളെ അനുകൂലമായി, അതായത് വായ്പ എടുത്തവരുടെ ഭാഗത്തു നിന്ന് അനുകൂലമായി പ്രതിഫലിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉദാഹരണത്തിന് 1 ലക്ഷം രൂപയുടെ ഒരു ഹൗസിംഗ് ലോൺ ഭവന വായ്പ തിരിച്ചടവ് ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് EMI എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് 1% പലിശ നിരക്ക് കുറഞ്ഞാൽ EMI-ല് ഏകദേശം 60 രൂപ വ്യത്യാസം വരും. അപ്പൊ 10 ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുള്ള ആളാണെങ്കിൽ EMI-ല് ഈ കാലയളവിൽ വന്നിട്ടുള്ള റിപ്പോ റേറ്റ് കുറവ് കൊണ്ട് 600 രൂപയോളം ബെനിഫിറ്റ് തിരിച്ചടവിൽ ഉണ്ടാവും. അപ്പം ഇത് 1 ലക്ഷത്തിന്റെ കണക്കാണ് ഞാൻ പറഞ്ഞത്. 10 ലക്ഷം 20 ലക്ഷം 25 ലക്ഷം ഒക്കെ എടുത്ത ആൾക്കാർക്ക് ആ തുക കൂടുന്തോറും ഇതിന്റെ EMI-ലുള്ള മെച്ചം കൂടി വരും. അതേപോലെ തന്നെ വായ്പ എടുക്കാനുള്ള ഒരു ശ്രമവും അത് കൂടുതൽ വിപണിയിലേക്ക് പണം എത്തിക്കാനൊക്കെ ഒരു വഴിയൊരുങ്ങും അല്ലേ? അതെ, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇത് കൂടാതെ ഇപ്പൊ നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് EMI എന്നുള്ള കാര്യം മുൻനിർത്തിയാണ് നമ്മൾ സാധാരണ ചിന്തിക്കുക. പക്ഷേ ഈ വായ്പകൾക്കെല്ലാം തന്നെ MSME സെക്ടർ, ഈ സൂക്ഷ്മ ചെറുകിട ഇടത്തരം ആ വായ്പകൾക്കുള്ള പലിശ നിരക്കും കുറയുന്നു, അവർക്കുള്ള പലിശ ഭാരവും കുറയും. നല്ലൊരു തീരുമാനം തന്നെയാണ്. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള തിയറട്ടിക്കലായിട്ടുള്ള ഇതിന്റെ ഉദ്ദേശം നമ്മുടെ വളർച്ചാ നിരക്ക് കുറെ അധികം പ്രതികൂലമായ സാഹചര്യങ്ങൾ, ഇപ്പൊ ടാരിഫിന്റെ കാര്യം എല്ലാവർക്കും അറിയാം. ട്രംപ് US-ന്റെ തീരുവ നിരക്കുകൾ കണ്ടമാനം കൂട്ടുന്നു, അല്ലെങ്കിൽ എന്തെല്ലാമോ ചെയ്യുന്നവര്. എന്താണ് ചെയ്യുന്നതെന്നുള്ളത് ഒരു ലോജിക്കോ ഒരു പാറ്റേൺ നമുക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് അമേരിക്ക നീങ്ങുന്നത്. അപ്പൊ അങ്ങനത്തെ അസ്ഥിരത ഉള്ളപ്പം വളർച്ചയ്ക്ക് ആക്കം കൊടുക്കുക, വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വായ്പ എടുക്കുന്ന ആൾക്കാരുടെ പലിശ ഭാരം കുറയ്ക്കുക. ഇനി വായ്പ എടുക്കാനായിട്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, ചെറുകിട കച്ചവടം തുടങ്ങാനായിട്ട് ആൾക്കാർ മുതൽ മുടക്കുമ്പോൾ ആ മുതലിനോടൊപ്പം ഇക്വിറ്റിയോടൊപ്പം വായ്പ എടുക്കാനും ആൾക്കാർ തയ്യാറാവും. ആ വായ്പയുടെ തോത് കൂട്ടുക, വായ്പക്കുള്ള പലിശ നിരക്ക് കുറയ്ക്കുക, വളർച്ചയ്ക്ക് ഊന്നൽ കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പുറകിലുള്ള ഒരു ധനതത്വ ശാസ്ത്രം. ഒരു കാര്യം കൂടി, ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ റിപ്പോ നിരക്കിൽ മാറ്റം വരുന്നു, കുറവ് വരുന്നു. ഇപ്പോൾ നിലവിൽ ലോണുള്ള ആളുകൾ, EMI അടച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവർക്കത് എങ്ങനെയാണ് അതിന്റെ ഗുണം ലഭിക്കുക? അത് ബാങ്കിൽ നിന്ന് സ്വാഭാവികമായി EMI-യിലെ കുറവ് വരികയാണോ, അതോ നമ്മൾ ബാങ്കിൽ പ്രത്യേകമായി എന്തെങ്കിലും പോയി അവിടെ പ്രത്യേകമായി ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതുണ്ടോ? എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതെ, ന്യായമായിട്ടുള്ള സംശയമാണ്. ബാങ്കുകൾ എത്രത്തോളം പെട്ടെന്ന് അവരുടെ ബോർഡ് ലെവലിലുള്ള തീരുമാനമനുസരിച്ച് ഈ RBI-യുടെ വായ്പാ നിരക്ക് മാറുന്നതിനോടുകൂടി ബാങ്കിന്റെ സ്വന്തം വായ്പാ നിരക്കുകളും മാറ്റണം. ചില ബാങ്കുകളിലാണെങ്കിൽ അവര് 2-3 ദിവസത്തിനകം ഈ നടപടി നടപ്പിലാക്കും. ചില ബാങ്കുകൾ എനിക്ക് തോന്നുന്നു ഒരാഴ്ച 10 ദിവസം. അപ്പൊ ആ വ്യത്യാസം മാത്രമേ ഇതിൽ വരുള്ളൂ. അതായത് ഇത് നടപ്പിലാക്കുന്നതിലെ വേഗത ഓരോ ബാങ്കിന്റെയും ബോർഡ് ലെവലിലുള്ള ഒരു പോളിസി തീരുമാനം അല്ലെങ്കിൽ ആ റീസെറ്റ് ഡേറ്റിനെ ആശ്രയിച്ചിരിക്കും. എന്തായാലും ഒരു 15 ദിവസത്തിൽ കൂടുതൽ ഒരു ബാങ്കിലും താമസം വരാൻ സാധ്യതയില്ല. ബാങ്കിൽ പ്രത്യേകിച്ച് അപേക്ഷ നൽകേണ്ടതില്ല. പക്ഷെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അതായത് മാറ്റം നമ്മുടെ അക്കൗണ്ടിൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ന്യായമായും നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ബാങ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ചാലും അതും ഗുണം ചെയ്യും. ശരി, തീർച്ചയായും അങ്ങനെ ഒരു ഇടപെടൽ കൂടി സാധാരണ ഈ ലോണൊക്കെ ഉള്ളവരുടെ ഭാഗത്തുനിന്ന് ബാങ്കുകളിലേക്ക് ഒരു കോൾ കൂടി ചെയ്യുന്നത് നല്ലതായിരിക്കും. വളരെ നന്ദി ശ്രീ സാദിഖ്. ലോണില്ലാത്ത എത്ര പേരുണ്ട് എന്ന് ചോദിക്കുന്നതായിരിക്കും കുറെ കൂടി എളുപ്പം.